അതൊന്നും ഞങ്ങൾ ആരോടും വിശദീകരിക്കാറില്ല. അനാഥാലയത്തിനു മുന്നിൽ കുഞ്ഞിനെ കിടത്തുമ്പോൾ കഴുത്തിലൊരു മണി, കയ്യിലൊരു മോതിരം, അങ്ങനെയൊക്കെ ചില പതിവുണ്ടല്ലോ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. കരുണൻ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? അറിയില്ല. കരുണന്റെ അമ്മയെ ഞങ്ങൾക്കറിയാം. ആണോ? എന്നിട്ട് കരുണനോട് നിങ്ങൾ പറഞ്ഞോ? സിസ്റ്റർ, ഒരു മിനിറ്റ്. സത്യം ഇരുമ്പ് പാത്രം കൊണ്ട് മൂടി വെച്ചാലും അതൊരു ദിവസം പുറത്തു വരും. സത്യം പറയൂ, കരുണന്റെ അച്ഛനാരാ? ഇങ്ങനൊരു ചോദ്യം ചെയ്യലുണ്ടാവുമെന്ന് സിസ്റ്റർമാര് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഞങ്ങൾ മണ്ടന്മാരല്ല. നിങ്ങൾ ചോദിക്കുന്നതും പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യങ്ങൾ എന്നും അങ്ങനെയാ. വർഷങ്ങളായി ഞങ്ങൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തും നേരിടാൻ തയ്യാറുള്ളവരാ ഞങ്ങൾ. തുറന്നു പറഞ്ഞോളൂ. 5 മക്കളുടെ നീറുന്ന മനസ്സ് മനസ്സിലാക്കാൻ കഴിയാതെ എന്തിനീ വേഷമിട്ടുകൊണ്ട് നടക്കുന്നു? മക്കളെ, ഞങ്ങള് പോവുക. ഒളിച്ചോട്ടം കൊള്ളാം. പക്ഷേ എത്ര കാലം നിങ്ങൾക്ക് അതിന് സാധിക്കും? കരുണന്റെ അച്ഛനെ കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ ഓർഫനേജിലേക്ക് വരാം. അന്നും ഇതുപോലെ മൗനം പാലിക്കാൻ സിസ്റ്റർക്ക് കഴിഞ്ഞെന്ന് വരില്ല. മക്കൾക്ക് അല്പം ചില്ലറ പ്രശ്നങ്ങളുണ്ടെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ഇത്രയും കുഴപ്പമുണ്ടാവുന്ന കരുതിയില്ല. വരൂ സിസ്റ്റർ. സിസ്റ്റർ, ഇപ്പൊ സിസ്റ്റർമാർക്ക് പോവാം. ഇനി ഒരിക്കൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോ ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവും. പോവാം. ഏട്ടാ, അവരുടെ മുഖം കണ്ടാലറിയാം അവരെന്തോ ഒളിക്കുന്നുണ്ടെന്ന്. അമ്മ വരട്ടെ, ഇതിന്റെ ബാക്കി നമുക്ക് അവിടെ തുടങ്ങാം. ഏട്ടാ, ദാ കുഞ്ഞമ്മ വരുന്നുണ്ട്. എന്താണോ മക്കളെ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞങ്ങള് കുഞ്ഞമ്മയെ കാത്തു നിന്നതാ. അത് ഞങ്ങള് വല്ലാത്തൊരു ധർമ്മസങ്കടത്തില കുഞ്ഞമ്മേ. എന്തു പറ്റി? അമ്മയുടെ കാര്യമാ. കുഞ്ഞമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടോ? ഇതെന്ത് ചോദ്യമാടാ? കുഞ്ഞമ്മ നിങ്ങളെ സ്വന്തം മക്കളായിട്ടല്ലേ കാണുന്നത്? എന്നാ പറ, അമ്മയെ ചതിച്ച ആ ആളാരാ? ഏതാള്? ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഞങ്ങളുടെ അച്ഛന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വേറെ ആളോട് ഇഷ്ടമുണ്ടായിരുന്നില്ലേ? സംഭവിക്കാൻ പാടില്ലാത്ത ഒക്കെ സംഭവിച്ചു. അതിലൊരു കുട്ടിയുണ്ടായി. എന്തൊക്കെയാണ് പിള്ളേര് നിങ്ങൾ ഈ പറയുന്നേ? കുഞ്ഞമ്മ ഒന്നും ഒളിക്കണ്ട. ആ കുഞ്ഞിനെ അമ്മ ഒരു അനാഥാലയത്തിൽ വളർത്താൻ കൊടുത്തു. ആ മകൻ വളർന്നു പന്തലിച്ചു മുട്ടനായി. അമ്മ ചെന്ന് അനാഥാലയത്തിൽ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ആ മകനാ കരുണൻ, ഞങ്ങളുടെ കരുണേട്ടൻ. കല്യാണി അമ്മായി ധർമ്മേട്ടനോട് എല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് തെളിവും കിട്ടി. എന്ത് തെളിവ്? ഞങ്ങള് മാറിയെന്ന് അമ്മയും കരുണേട്ടനെ നോക്കി. മകൻ തന്നെ. പറ കുഞ്ഞമ്മ, കരുണേട്ടന്റെ അച്ഛൻ ആരാ? പറ. അതെ കുഞ്ഞമ്മ, അമ്മയോട് ചോദിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. മക്കളെ, അങ്ങനൊന്നും ഉണ്ടാവില്ല. കല്യാണി വെറുതെ പറഞ്ഞതാവും. മനസ്സിലായി, എല്ലാം മനസ്സിലായി. സഹദേവ, കുഞ്ഞമ്മയോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞമ്മ പറയത്തില്ല. കുഞ്ഞമ്മ പൊയ്ക്കോ. എടാ വേണ്ട, കുഞ്ഞമ്മയ്ക്ക് സ്വന്തം ചേച്ചിയുടെ അഭിമാനമാ വലുത്. പക്ഷെ ഞങ്ങള് അമ്മ പിഴച്ചുപോയ മക്കളുടെ വിഷമം എന്താണെന്ന് കുഞ്ഞമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. എടാ പിള്ളാരെ, പറയുന്ന വേണ്ട കുഞ്ഞമ്മേ, ഞങ്ങളിനി സമാധാനിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങളിനി സമാധാനിക്കില്ല. കുഞ്ഞമ്മയുടെ ഈ മൗനം ഞങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറല. ആ ഒഴിഞ്ഞുമാറൽ ഞങ്ങൾക്കുള്ള ഉത്തരവാ. ഇനി ഞങ്ങൾക്ക് വേറെ തെളിവ് വേണ്ട. സഹദേവ, വാ. ഞാൻ പറയുന്ന കേക്ക്. എടാ നിക്കാൻ. എന്റെ കർത്താവേ, ബുദ്ധിയില്ലാത്ത പിള്ളാരാ. കളി കാര്യമാവും.